ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊക്കെ ലൈഫിൽ ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പണം, അല്ലേ? നമ്മളൊക്കെ ജോലി ചെയ്യുന്നതും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് രാപ്പകൽ കഷ്ടപ്പെടുന്നതും ഓരോരോ ബിസിനസ്സുകൾ ചെയ്യുന്നതും അങ്ങനെ ലൈഫിൽ നമ്മളുടെ ഭൂരിഭാഗം സമയവും നമ്മൾ ചെലവാക്കുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമ്മളുടെ ആവശ്യങ്ങൾ സ്മൂത്തായി നടത്തിയെടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ഒക്കെയാണ്, അല്ലേ? പക്ഷെ പണത്തോടുള്ള നമ്മുടെ ഒരു സമീപനം, അല്ലെങ്കിൽ പണം എന്നതിനോടുള്ള കൺസെപ്റ്റ്, അതിനോടുള്ള നമ്മുടെ ഫീലിങ്സ് എന്താണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തിന് പണം ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ചിന്തയെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പണം വന്നു ചേരുക അല്ലെങ്കിൽ ധനം വന്നു ചേരുക എന്നത് അസാധ്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പലർക്കും ഇപ്പോൾ ആവശ്യത്തിന് പണം ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം അവരുടെ ചിന്തകൾ അവരിലേക്ക് പണം വരുന്നത് തടയുന്നു എന്നതാണ്. അപ്പം ഈ ഒരു തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായാൽ തന്നെ അതിനെ മാറ്റിയെടുക്കാൻ, പണം എന്നത് നമ്മൾക്ക് അനുകൂലമായൊരു രീതിയിലേക്ക്, ആ ഒരു എനർജിയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉറപ്പായും ചെയ്യേണ്ടതാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷനും, അതിലൂടെ മണി ഫ്രീക്വൻസി ഉയർത്തുകയും പണത്തോടുള്ള നമ്മുടെ എനർജിയെ ഹൈ ആക്കിക്കൊണ്ട് ധനവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈസിയായി അല്ലെങ്കിൽ യഥേഷ്ടം കൊണ്ടുവരാനുള്ള ഒരു പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു കുഞ്ഞു പ്രാക്ടീസാണ്, പക്ഷെ നമ്മളിത് സ്ഥിരമായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് നോക്കി തുടങ്ങിയാൽ തന്നെ നമ്മളിൽ കെട്ടിക്കിടക്കുന്ന ഏത് തരത്തിലുള്ള നമുക്ക് പണത്തോടുള്ള വിപരീതമായ ചിന്തകളാണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും, ഇനി നമ്മൾ പോലും അറിയാതെ നമ്മൾ വളർന്നു വന്ന വഴിയിലൂടെ നമ്മളുടെ മനസ്സിൽ കയറി കൂടിയ പണത്തെ അകറ്റി നിർത്താൻ പോകുന്ന മനോഭാവങ്ങൾ, ഇതൊക്കെ ഉറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ ഗ്രാജുവലി ചേഞ്ച് ചെയ്ത് പണം എന്നതിന് അനുകൂലമായൊരു രീതിയിൽ അല്ലെങ്കിൽ സമൃദ്ധിക്ക് ഒക്കെ ഒപ്പമുള്ളൊരു എനർജിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആകുന്നതും കാണാം. അപ്പോൾ പ്രാക്ടീസ് ഇത്രയുമേ ഉള്ളൂ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചില്ലറയൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുടുക്ക ചെയ്യാറില്ലേ? കുടുക്കയിൽ പണം ഇട്ട് വെക്കുന്ന ഒരു ശീലം ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടായിരിക്കും, അല്ലെ? ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം അതുപോലെ ഒരു കുടുക്ക വേണം, പിന്നെ കുറച്ച് ചില്ലറ തുട്ടുകളും വേണം. അപ്പം ഒരു 100 രൂപയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് 1 രൂപ നാണയങ്ങളാക്കി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രാക്ടീസ് കുറച്ച് മാസങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. അപ്പം ഈ നാണയത്തൊട്ടുകളിലൂടെയാണ് നമ്മൾ നമ്മളുടെ മണി ഫ്രീക്വൻസിയെ മാറ്റാനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തു പോകുന്നത്. അപ്പം ഈ കുടുക്കയിലേക്ക് എല്ലാ ദിവസവും ഇടാനായിട്ട് ഓരോ രൂപ എടുത്ത് വെക്കണം. അപ്പം വെറുതെ പണം കൊണ്ടുവന്ന് ഇടുകയല്ല വേണ്ടത്. അപ്പം 1 രൂപ എടുത്ത് അത് നമ്മുടെ കയ്യിലേക്ക്, ഉള്ളം കൈയിൽ ചേർത്ത് അതിനിങ്ങനെ നമ്മൾ കൈയോട് ചേർത്ത് വെച്ച് ആ കൈ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് കൊണ്ട് കണ്ണടച്ചിട്ട് പറയേണ്ട ഒരു പ്രെയർ ഉണ്ട്. അത് ഇതാണ്: ഡിയർ മണി, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇനി ഇത് കൂടാതെ അതിനുശേഷം ഈ വാചകം, ഇതൊരു അഫർമേഷനാണ്, ഇതുകൂടെ പറയുക: എൻ്റെ ഉള്ളിൽ പണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സബ് കോൺഷ്യസ് ബ്ലോക്കുകളെയും തെറ്റായ വിശ്വാസങ്ങളെയും ഞാനിപ്പോൾ ഒഴിവാക്കുന്നു. ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നും എല്ലാവിധ സമൃദ്ധിയും ധനവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ ഐ റിലീസ് ഓൾ മൈ സബ് കോൺഷ്യസ് മണി ബ്ലോക്കേജസ് ആൻഡ് നെഗറ്റീവ് ബിലീവ്സ് ആൻഡ് ഐ ആം റെഡി ടു റിസീവ് മോർ ഗുഡ് ആൻഡ് അബണ്ടൻസ് ഫ്രം ദ യൂണിവേഴ്സ്. ഇത്രയും പറഞ്ഞിട്ട് താങ്ക് യു എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഈ രൂപ നമുക്ക് കുടുക്കയിലേക്ക് ഇടാം. ഇത് നമ്മൾ 1 ദിവസം ചെയ്തിട്ടോ 2 ദിവസം ചെയ്തിട്ടോ ഇത് നിർത്തരുത്. കാരണം വളരെ പഴകിയ പല നെഗറ്റീവ് തോട്ട്സുകളും ചിന്തകളും ഒന്നും ഒറ്റ ദിവസം കൊണ്ടോ ഒന്നും നമ്മളിൽ നിന്ന് മാറിപ്പോകില്ല. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മളത് ഓർക്കുന്ന ടൈമിൽ എടുത്ത് ചെയ്യുക. ഒരു ദിവസത്തിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ വലിയ എമൗണ്ട്സ് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ 1 രൂപ
പറഞ്ഞത്. അതാവുമ്പം നമുക്ക് ₹1 മാത്രം ഇട്ടുകൊണ്ടാണെങ്കിൽ കുറേ, ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടെങ്കിലും അത് 10 ദിവസത്തേക്ക് യൂസ് ചെയ്യാമല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഈ കുടുക്കയിലേക്ക് ഇടാം. പക്ഷേ ഇടുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഇനി ഒരു ടിപ്പ് കൂടെ പറയാം. നിങ്ങൾ പണം എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കുന്നുണ്ടാകും, പണം സേവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം സേവ് ചെയ്യാനായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുകയോ മാറ്റിവെക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു പ്രെയർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ല രീതിയിൽ നമ്മളുടെ ഒരു മണി എനർജിയെ കൺവേർട്ട് ചെയ്ത് പണത്തിന് അനുകൂലമാക്കാൻ, അല്ലെങ്കിൽ ആ പണം നമ്മളെ സ്നേഹിച്ചു തുടങ്ങാനും അതിലൂടെ കൂടുതൽ പണസംബന്ധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് എത്താനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് നമുക്കറിയാം, ഈ ഒരു കാര്യം, ഈ ഒരു പ്രെയർ ഓപ്പനോ പ്രെയറാണ്. നമുക്ക് പലർക്കും ഇത് അറിയാം, പല രീതിയിലും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് മണി മാനിഫെസ്റ്റേഷന് ഇത് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലേ ഓപ്പനോ. അപ്പം നമ്മൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങുന്നത് വളരെ മാജിക്കലായിട്ട് നമ്മളിൽ പല തരത്തിലുള്ള മണി റിലേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതികളെയും മാറ്റി തുടങ്ങുകയും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഈ ഒരു ബിലീഫ് സിസ്റ്റം മാറി തുടങ്ങിയാൽ തന്നെ നമ്മളിലേക്ക് കൂടുതൽ പണം എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പുരോഗതി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടാലിയായി പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളൊക്കെ പല വഴികളിലൂടെ നിങ്ങൾക്ക് എത്താൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പണം എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായി കിടക്കുകയോ നീക്കുപോക്കുകളൊക്കെ താമസിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് ഓരോരുത്തരുടെയും ലൈഫിൽ പണം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ക്രമേണ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത് നമുക്ക് ഫീൽ ആകും. കാരണം നമ്മൾ പണത്തെ അനുകൂലമാക്കുന്ന എനർജിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ടാവുക, നമുക്ക് തന്നെ ഫീൽ ചെയ്യുക എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ പണം സമ്പാദിക്കുന്നുണ്ട്, പണം എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുകയും നമ്മളിലേക്ക് നമ്മളൊരു പണത്തിൻ്റെ അതിശക്തമായ ഒരു കാന്തം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ലൈഫിനെയും നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഉറപ്പായും ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഏതൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ ഇത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക, പണത്തെ അനുകൂലമാക്കി മാറ്റുക. എല്ലാവരുടെയും ലൈഫിൽ പണം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് മാറട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.